ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിജോ മോഡി നമ്മളൊപ്പം ചേരുകയാണ്. ജിജോ, ഇവിടെ സംഭവിച്ചിരിക്കുന്ന രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ദുഷ്കരമാണ്. രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അതീവ ദുഷ്കരമാണ്. കാരണം ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തട്ടുതട്ടായിട്ടാണ് കോറി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടുക എന്നത് പറയുന്നത് ദുഷ്കരമായ കാര്യമാണ്. അത് മാത്രമല്ല, ഈ കോറിയെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ നാട്ടുകാർക്കിടെ പരാതികളുടെ സ്ഥാപനമാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം ഇവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിലുള്ള പരാതികൾ പഞ്ചായത്തിലും ഒക്കെ നിലവിലുണ്ട്. ഇതിൻ്റെ ക്രഷറിൻ്റെ ലൈസൻസ് ഈ മാസം 30 തീർന്നാണ്. കോറിയുടെ തീർന്നിട്ടില്ല, പക്ഷേ ക്രഷറിൻ്റെ ലൈസൻസ് ഓൾറെഡി തീർന്നാണ്. അപ്പോൾ ആ നിലയിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിലടക്കം നിരവധി തവണയുള്ള പരാതികളുണ്ട്. അങ്ങനെ അതുകൂടി പരിശോധിച്ച് പോകേണ്ടതാണ് ഈ ഘട്ടത്തിൽ. കാരണം ഈ നിലയിലൊക്കെ കോറി പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് ഇപ്പം തന്നെ നമ്മൾ കാണാൻ പറയാം എത്ര ഭീകരമാണ്. അപ്പോൾ അത് എത്രത്തോളം ഭീകരമാണ് ഇതിൻ്റെ ഒരു ദൃശ്യങ്ങളിൽ വ്യക്തമാണല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ എങ്ങനെയെങ്കിലും അവരെ ജീവനോടെ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് ഇരിക്കുന്നത് അതീവ ദുഃഖകരമായി പോയി. ഏതായാലും തൊഴിലാളികൾ എങ്ങനെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം. അത് പര്യാപ്തമല്ലേ? അല്ല, ക്രെയിനെ സംബന്ധിച്ചിടത്തോളം ക്രെയിൻ അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കടമ്പയാണെന്നുള്ളത് കൊണ്ടാണ് ആ പ്രവർത്തനം നമുക്കിപ്പോൾ ഏകോപിപ്പിക്കാൻ കഴിയാത്തത്. ഏതായാലും ഇപ്പോൾ ആ നിലവിലുള്ള പാറ നീക്കിക്കൊണ്ട്, അവിടെ നിലവിൽ പൊട്ടി വീണ പാറ നീക്കിക്കൊണ്ട് അവിടേക്ക് അടുത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതെ, ഈ ഭാഗം മാറ്റിക്കൊണ്ട് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ, അവിടെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. താഴെ എത്തിക്കാനുള്ള അതാണ് ഇപ്പം അങ്ങനെ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നീക്കുക. കാരണം ഇങ്ങനെ നീക്കിയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. ആ വഴി അങ്ങനെ ഓപ്പൺ ആണ്, അവിടെ എത്താൻ പറ്റും. ഈ വഴിയാണ് ക്ലിയർ ചെയ്യേണ്ടത്. അവിടേക്ക് നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഉപകരണങ്ങൾ എന്തെത്തിക്കണമെങ്കിൽ ഇങ്ങനെ ഈ വഴി ക്ലിയർ ചെയ്താൽ മാത്രമേ എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ താഴത്തെ വഴി ക്ലിയർ ആക്കുക എന്നുള്ള പക്ഷേ ദുഷ്കരമാണെങ്കിൽ കൂടി അതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജിജോ പറഞ്ഞൊരു കാര്യത്തിലേക്ക് എത്തുമെങ്കിൽ അഖിലേഷ്, ഈ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാറ ഈ മുകൾ പൊട്ടിച്ചേക്കുവാണ് അല്ലേ? അതെ, ഇത് ഏതാണ്ട് 120 ഏക്കറോളം വരുന്ന ഭൂമിയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് റിസർവ്ഡ് ഭൂമിയാണ്. ഇത് ആടുതീറ്റിക്ക് വേണ്ടി മാത്രമായി റിസർവ് ചെയ്തത്, പണ്ടത്തെ കാലത്ത് റിസർവ് ചെയ്തൊരു ഭൂമിയാണ്. അതാണ് ഇവരിപ്പോൾ തരമാറ്റാൻ കഴിയാത്ത ഭൂമിയാണ്. അവിടെയാണ് നിലവിൽ ഈ പ്രവർത്തനം നടക്കുന്നത്. അത് സംബന്ധിച്ചൊക്കെ പിന്നീട് പരിശോധിക്കാം. ഇപ്പം നിലവിൽ തീർച്ചയായും ഭീകരമാണ്. കാരണം ഇതിൻ്റെ നമ്മളിതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്, എത്രത്തോളം അപകടകരമായ നിലയിലാണ് ഇത്. എനിക്ക് നോക്കാം, അവിടെ ഇനിയും അടന്നു വീഴാൻ സാധ്യതയുള്ള നിലയിലാണ് ആ ചെങ്കുത്തായ പാറ ആദ്യം നിലനിൽക്കുന്നത്. രക്ഷാപ്രവർത്തനവും അപകടം തീർച്ചയായും അപകടം നിറഞ്ഞാണ്. കാരണം ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ ആ നിൽക്കുന്ന മനുഷ്യർക്കൊക്കെ സംബന്ധിച്ചുള്ള അപകടമാണ്. ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ നിലവിൽ. ഭീകരമാണല്ലേ? അത് മാത്രമല്ല, ഇപ്പോൾ പല കാര്യങ്ങളിൽ ഈ വിഷയത്തിൽ ജനപ്രതിനിധികൾക്കടക്കം നമുക്ക് സംശയം വന്നിട്ട് നമ്മൾ ആ ഘട്ടങ്ങളിലൊക്കെ ഇവിടേക്ക് എത്താൻ വേണ്ടി ഇവർ വലിയ ബാരിക്കേഡുകൾ തീർത്ത്, ചെക്ക് പോസ്റ്റ് തീർത്ത്, പഞ്ചായത്ത് മെമ്പറാണ് നമ്മളെ ഒന്നും കയറ്റി വിടാത്ത നിലയിലൊക്കെ അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന ഇത്രയും ഈ പറയുന്ന ഒരു തീവ്രവാദ സ്ഥാപനം പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്ന നിലവിൽ. ഒരു ഗൂഢമായിട്ടായിരുന്നു. തീർച്ചയായും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട രീതികളുണ്ടല്ലോ, അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. തൊഴിലാളികളെ നമ്മൾ മനുഷ്യരാണല്ലോ ഇവിടെ ജോലി ചെയ്യുന്നത്. ആ മനുഷ്യർക്ക് നോക്കും, ഇവിടെ ഇപ്പം ഉച്ച സമയത്തൊക്കെ എന്ത് വെയിലായിരിക്കും നോക്കി. അപ്പോൾ അത്ര ഭീകരമായ ഒരു സ്ഥലം, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് അടർന്നു വീഴാനുള്ള സാധ്യത. അപ്പം മനുഷ്യരുടെ ജീവൻ കൂടി സുരക്ഷിതം കൂടി ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ. എത്തുക നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്. കാരണം ഇപ്പോൾ 3 തൊഴിലാളികളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2, 3 പറയുന്നത്. അതാ പറഞ്ഞത്, അതിനൊന്നും ഒരു വ്യക്തതയില്ല. കാരണം ഇവിടെ ഉള്ള നാട്ടുകാരല്ല ജോലിയിലുള്ളത്, അവരൊക്കെ പുറത്തുനിന്നുള്ളവരാണ്. 2 പറയുന്നത്. പക്ഷേ ഇവരുടെ നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ 3 എന്നൊരു സാധനം പറയുന്നുണ്ട്. അത് കൂടുതൽ വലിയ ഗൗരവമുള്ള കാര്യമാണ്. 2 പറയുന്ന 3 പേര്. പക്ഷേ നമുക്ക് അതിനകത്ത് കുറിച്ചൊന്നും ഒരു സ്ഥിരീകരണമില്ല. അത് സ്ഥിരീകരിക്കാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഇവരുടെ സ്ഥാപനത്തിന്റെ പോലും ഉത്തരവാദിത്തപ്പെട്ടവരെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നൊന്നുമില്ല. ബന്ധപ്പെടുന്ന കിട്ടുന്നില്ല. ജനപ്രതിനിധിയാണ്, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, എന്നിട്ടും ഇക്കാര്യങ്ങൾ അവർ ചോദിച്ചിട്ട് പറയുന്നില്ല. അതെ, അങ്ങനെ ഒരു നമ്മൾ തിരക്കുമ്പോൾ അവരെ ഒന്നും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ ഗുരുതരമായ സാധനമാണ്. കാരണം അവർക്കാണ് സംബന്ധിച്ച് എത്ര തൊഴിലാളികളാണ് ജോലി ഉണ്ടായിരുന്നത്, അവരാരൊക്കെയാണ് കാണാൻ സംബന്ധിച്ച് കൃത്യമായി അവർ ഔദ്യോഗികമായിട്ട് അവർക്ക് പറയാൻ അവരെ ബന്ധപ്പെടാൻ. ഞാനിപ്പോൾ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് അവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇപ്പോൾ കൃത്യത വരുത്താൻ വേണ്ടിയിട്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ 2 പേരുകൾ ഇപ്പം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് 3 വേറെ തൊഴിലാളികൾക്കിടയിൽ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് സംശയമുണ്ടല്ലോ, ഒരാളെ കാണാനില്ലാത്തതുകൊണ്ട് അതായിരിക്കാം അങ്ങനെ തൊഴിലാളികൾ പറഞ്ഞത്. ശ്രമിക്കുന്ന ഈ പാറക്കല്ലുകൾ മാറ്റി അങ്ങോട്ടേക്കുള്ള പാത ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രമിക്കുന്ന കാര്യം.